Dear students, molecular basis of inheritance next part ആണ് regulation of gene expression lack of prone. ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് regulation of gene expression എന്നുള്ളത്? ഇവിടെ എന്താണ് ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സെൻട്രൽ ഡോഗ്മയിലുള്ള ഇക്വേഷനിൽ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ അല്ലേ? അപ്പോൾ DNA ഇരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ RNAയിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തതായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ട്രാൻസ്ക്രൈബ് ചെയ്ത RNAയിലെ മെസ്സേജ് ഉപയോഗിച്ച് നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കുന്നു അല്ലേ? അപ്പോൾ പ്രോട്ടീൻ നിർമ്മിക്കുക എന്നുള്ളതാണ് അവിടെ ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജീനിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പലതരം പ്രോട്ടീനുകളായിട്ട് അത് ഫോം ചെയ്യുക, റിവീൽ ചെയ്യുക. ആ ജീനിലുള്ള കാര്യം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. അപ്പം ഒരു ജീൻ എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം, ഏത് സമയത്ത് എക്സ്പ്രസ് ചെയ്യണം, എത്ര എമൗണ്ടിലാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ ജീനിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നതാണ് പ്രോട്ടീൻസ് അല്ലേ? അപ്പോൾ വിവിധ തരത്തിലുള്ള പ്രോട്ടീൻസ് നമ്മുടെ സെല്ലിന് ആവശ്യമാണ്. അപ്പോൾ ആ വിവിധ തരത്തിലെ പ്രോട്ടീൻസ് എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര നേരം പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. റെഗുലേഷൻ ഓഫ് ജീനെ. അപ്പം ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ, ജീനുകളുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ മീൻസ് കൺട്രോളിങ് ദ എമൗണ്ട് ആൻഡ് ടൈം ഓഫ് ദ ഫോർമേഷൻ ഓഫ് ജീൻ പ്രോഡക്ട്സ്. ജീൻ പ്രോഡക്ട്സ് എത്ര എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ടൈമിലാണ് അതിനെ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ജോലിയാണ് നമ്മൾ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയാം. ഇനി ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് യൂകാരിയോട്സിലും ഉള്ള എങ്ങനെയാണ് ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതെന്നും പ്രോകാരിയോട്സിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് യൂകാരിയോട്സിൻ്റെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ യൂകാരിയോട്സ് ജീൻ എക്സ്പ്രഷൻ ഈസ് റെഗുലേറ്റഡ് അറ്റ് ദ ഫോളോയിങ് ലെവൽ. അപ്പോൾ യൂകാരിയോട്സിലെ ജീൻ എക്സ്പ്രഷൻ പഠിക്കണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആണ്. അപ്പം നമുക്ക് ഈ +2 ലെവലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷേ നമ്മൾ ഏതൊക്കെ തലങ്ങളിൽ വെച്ചാണ് ജീനുകളുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് മാത്രം ഇവിടെ പഠിക്കാനുണ്ട് യൂകാരിയോട്സിൻ്റെ അത്. അപ്പോൾ യൂകാരിയോട്സിൽ ജീനുകളുടെ എക്സ്പ്രഷൻ 4 തലങ്ങളിൽ വെച്ചാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ 4 തലങ്ങൾ മാത്രം, ഏതൊക്കെ ലെവൽസിൽ മാത്രമാണ് ജീനുകളുടെ റെഗുലേഷൻ നടക്കുന്നത്, ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ നടക്കുന്നതെന്ന് മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 4 ലെവൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, 2 പ്രോസസ്സിംഗ് ലെവൽ, 3 ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം ആൻഡ് 4 ട്രാൻസ്ലേഷണൽ ലെവൽ. അങ്ങനെ 4 ലെവൽസിലാണ് ഈ ജീനുകളുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ജീൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് മാർഗങ്ങൾ. അപ്പോൾ ഏതൊക്കെ ലെവലിൽ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം? ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ ആ ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോസസ്സിംഗ് ലെവലുണ്ട് അല്ലേ? പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു RNA പ്രോസസ്സിംഗ് ഒരു ലെവലുണ്ട്, ആ ലെവലിൽ വെച്ച് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് mRNA ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ലെവലിലും റെഗുലേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 ലെവൽസ് ഏതൊക്കെയാണെന്ന് മാത്രം നമ്മൾ പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ ഓരോന്നായിട്ട് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷനിൽ ഫസ്റ്റ് ലെവലാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് എന്ത് ചെയ്യുക, ഇതിനെ നിയന്ത്രിക്കുക. അപ്പോൾ അതിനെയാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ഓൺലി ആ ടേംസ് മാത്രം പറയുന്നുള്ളൂ. ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സിംഗ് ലെവൽ. നമുക്കറിയാം യൂകാരിയോട്സിൽ ഉണ്ടായിരിക്കുന്ന mRNA എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ജീനുകളാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇൻട്രോണും എക്സോൺസും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻട്രോൺസ് എന്ന് പറഞ്ഞാൽ നോൺ കോഡിങ് സീക്വൻസുകളും
എക്സോൺസ് എന്ന് പറഞ്ഞാൽ കോഡിങ് സീക്വൻസുകൾ. അപ്പോൾ ഈ ഇൻട്രോൺസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്ത സീക്വൻസുകളെയെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന പ്രോസസ്സുണ്ട്, സ്പ്ലൈസിങ്. ആ സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് പോലുള്ള പ്രോസസ്സിംഗ് ലെവലിൽ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം, ജീനിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് പറഞ്ഞ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് mRNA ഉണ്ടായി കഴിയുമ്പോൾ അത് പുറത്ത് വരും. സൈറ്റോപ്ലാസത്തിൽ വരുന്ന പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ന്യൂക്ലിയസും ഇത് സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസത്തിലേക്ക് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് റെഗുലേഷൻ. എവിടെ വഴിയാണ്? ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടത്താതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം സ്വീകരിക്കുക. പ്രോട്ടീൻ സിന്തസിസ് സമയത്ത്, അഥവാ ഇപ്പോൾ mRNA ഉണ്ടായി എന്ന് വിചാരിക്കുക, ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തുണ്ടാകും? പ്രോട്ടീനെ നിർമ്മിക്കും. അപ്പോൾ പ്രോട്ടീൻ നിർമ്മിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ 4 ലെവൽസിലാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂകാരിയോട്സിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ലെവൽ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം, പിന്നെ ട്രാൻസ്ലേഷണൽ ലെവൽ. ഇനി ഇവിടെ നമുക്ക് ഒരു പഠിക്കേണ്ട, ഇത് നമ്മൾ യൂകാരിയോട്സിൽ നമ്മൾ പഠിക്കണമെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ +2 ലെവലിൽ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് പഠിക്കണം. എങ്ങനെയാണ് ജീനിൻ്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി നമ്മളൊരു പ്രോകാരിയോട്സിലെ ഒരു ഉദാഹരണമാണ് എടുക്കുന്നത്. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ പോലുള്ള ജീവികളിൽ നമുക്ക് എങ്ങനെയാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ദ ജീൻ എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ മെറ്റബോളിക്, ഫിസിയോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. അപ്പോൾ ഒരു ജീവിയുടെ ശരീരത്തിലെ ജീനുകളുടെ റെഗുലേഷൻ, ജീൻ എക്സ്പ്രഷൻ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. മെറ്റബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം, ഫിസിയോളജിക്കലായിട്ട് പുറമേയുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങൾ അതിനെ എഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനും ഒരു ജീനിൻ്റെ എക്സ്പ്രഷനെ എഫക്റ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അപ്പം മെറ്റബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഒരു ജീനിൻ്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്നത് ദ എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ് ഈസ് സിന്തസൈസ്ഡ് ബൈ E. coli to catalyze the hydrolysis of lactose into galactose and glucose. അതായത് നമുക്കറിയാം, ഒരു ബാക്ടീരിയയെ നമ്മളൊരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. സാധാരണ നമുക്കറിയാം ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഫുഡ് മെറ്റീരിയൽസും ഒക്കെ അവർ അതിൻ്റെ ചുറ്റിനുമുള്ള മീഡിയത്തിൽ, ആ മാധ്യമത്തിൽ എവിടെയാണോ അത് ഇരിക്കുന്നത് ആ പ്രദേശത്ത് എന്തുണ്ടോ അത് അബ്സോർബ് ചെയ്തിട്ട് ജീവിക്കുന്ന ജീവികളാണ് ഈ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ ഒരു പർട്ടിക്കുലർ എൻസൈമിൻ്റെ പ്രവർത്തനം, അതായത് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം സിന്തസിസ് E. coli ബാക്ടീരിയകളിൽ നടക്കണം എന്നുണ്ടെങ്കിൽ, E. coli ബാക്ടീരിയയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജീനുകളുടെ എക്സ്പ്രഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിന് ഈ ബീറ്റാ ഗാലക്ടോസിഡേസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു കാറ്റലൈസ് ദ ലാക്ടോസ് ഇൻറ്റു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഈ ബീറ്റാ ഗാലക്ടോസിഡേസിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ലാക്ടോസിനെ, നമുക്കറിയാം ലാക്ടോസ് ഇസ് എ ഡൈസാക്രൈഡ്, ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് നമുക്കറിയാം. 2 ഗ്ലൂക്കോസ് ചേരുന്നതിനെയാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ടോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസ് 2 മോണോസാക്രൈഡ്സ് ആയ, ഗ്ലൂക്കോസ് അല്ല, ഗാലക്ടോസും ഒരു ഗ്ലൂക്കോസും കൂടി ചേർന്നിട്ടാണ് ലാക്ടോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലാക്ടോസിനെ, ഡൈസാക്രൈഡ് ആയിട്ടുള്ള ഈ ലാക്ടോസിനെ എന്തായിട്ട് മാറ്റണം? ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയും. അപ്പം ബാക്ടീരിയ പോലുള്ള ജീവികളിൽ അവർ ലാക്ടോസ് അബ്സോർബ് ചെയ്യുമ്പം ആ ലാക്ടോസിനെ വിഘടിപ്പിച്ച് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റി ഊർജം അവർക്ക് റിലീസ് ചെയ്യണം, അല്ലേ? അപ്പോൾ ആ പ്രോസസ്സ് നിർവഹിക്കുന്നതിൻ്റെ ഏത് എൻസൈമിൻ്റെ സഹായത്താലാണ്? ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തിൽ. അപ്പോൾ ഈ എൻസൈം എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര നേരം പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്ന ഒരു കൺട്രോൾ സിസ്റ്റം ഈ ബാക്ടീരിയൽ സെല്ലിൽ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം, ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാം.
If the bacteria are living in a medium devoid of lactose, they need not require the particular enzyme. ഇപ്പോൾ ഈ ബാക്ടീരിയ എവിടെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ ബാക്ടീരിയ ലാക്ടോസ് ഇല്ലാത്ത ഒരു മീഡിയത്തിലാണ് കാണുന്നതെങ്കിൽ, അത് കിടക്കുന്നിടത്ത് ലാക്ടോസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഇല്ലാത്ത ഒരു മീഡിയത്തിലാണെങ്കിൽ അവർക്ക് ലാക്ടോസ് വിഘടിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലേ? ലാക്ടോസ് അബ്സോർബ് ചെയ്താൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കേണ്ട കാര്യമില്ല, അവിടെ ലാക്ടോസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് എന്തിൻ്റെ ആവശ്യമില്ല? ബീറ്റാ ഗാലക്ടോസിഡേസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രോസസ്സുകളെന്ന് നോക്കാം. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന എ സെറ്റ് ഓഫ് ജീൻസ് നമുക്ക് കാണാൻ കഴിയും. ആ സെറ്റ് ഓഫ് ജീനുകളെയാണ് നമ്മൾ ലാക് ഓപ്രോൺ എന്ന് പറയുന്നത്. ഇത് ലാക്ടോസിൻ്റെ മെറ്റബോളിസം ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാക് ഓപ്രോൺ എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ജീനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഓപ്രോൺ കൺസെപ്റ്റ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദ ലാക് ഓപ്രോൺ പ്രൊപ്പോസ്ഡ് ബൈ ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്വസ് മൊണാർഡ് ഇൻ 1961. ഇത് ലാക് ഓപ്രോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ച പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരാണ് ഫ്രാങ്കോയിസ് ജേക്കബും ജാക്വു മൊണാർഡ്. അപ്പോൾ നിങ്ങൾ ഫ്രാങ്കോയിസ് ജേക്കബ് ജാക്വു മൊണാർഡ് എന്നുള്ളത് പേര് ഓർത്തിരുന്നത്, അല്ലെങ്കിൽ ജേക്കബ് ആൻഡ് മൊണാർഡ് എന്നോർത്തിരുന്നാലും മതി. ജേക്കബ് ആൻഡ് മൊണാർഡാണ് എന്ത് കണ്ടുപിടിച്ചേ? ലാക് ഓപ്രോൺ എന്ന് പറയുന്ന സിസ്റ്റം. എന്താണ് ഈ സിസ്റ്റം എന്നുള്ളത് കണ്ടുപിടിച്ചത്, കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ജേക്കബ് ആൻഡ് മൊണാർഡ് ആർ ദ ടു സയൻറ്റിസ്റ്റ് ഹൂ പ്രൊപ്പോസ് ദ ഓപ്രോൺ കൺസെപ്റ്റ് എന്നുള്ള കാര്യം ഓർത്തു വച്ചിരിക്കുക. ഇനി എന്താണ് ലാക് ഓപ്രോൺ എന്ന് പറയുന്നത്? ഇപ്പോൾ ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്വസ് മൊണാർഡ് were the first to explain the regulation of gene expression at transcriptional level. ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലുള്ള ജീൻ എക്സ്പ്രഷനെ കുറിച്ചാണ് അവർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻ ലാക് ഓപ്രോൺ എ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ ഈസ് റെഗുലേറ്റഡ് ബൈ എ കോമൺ പ്രൊമോട്ടർ ജീൻ ആൻഡ് എ റെഗുലേറ്റർ ജീൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം വേണം ലാക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലേ? ലാക്ടോസിനെ മെറ്റബോളൈസ് ചെയ്ത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റണമെങ്കിൽ അവിടെ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ. ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രോക്യാരിയോട്സിലുള്ള ജീനുകളെല്ലാം എങ്ങനെയാണ്? പോളിസിസ്ട്രോണിക് ആണ്. അതായത് ഒരു സിംഗിൾ സെഗ്മെൻറ്റ് പ്രൊഡ്യൂസ് മെനി എൻസൈംസ്. പല എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണ് എപ്പോഴും നമ്മൾ പ്രോക്യാരിയോട്സ്. അതേസമയം യൂക്യാരിയോട്സിൽ അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് DNA പ്രൊഡ്യൂസസ് ഓൺലി, അല്ലെങ്കിൽ ഒരു mRNA പ്രൊഡ്യൂസസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ, ഒറ്റ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. അതേസമയം പ്രോക്യാരിയോട്സിൽ അങ്ങനെയല്ല. പ്രോക്യാരിയോട്സിൽ ഒരു സെഗ്മെൻറ്റ് ഓഫ് ജീനുകൾ എന്ത് ചെയ്യും? ദേ ക്യാൻ പ്രൊഡ്യൂസ് മെനി എൻസൈംസ്, അല്ലെ പ്രോട്ടീൻസ്. എൻസൈംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രോട്ടീൻസ് ആണ്. അപ്പം ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറൽ ജീനുകളാണ്, ഇത്രയാണ്. ഈ സ്ട്രക്ചറൽ ജീൻസിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് Z, Y ആൻഡ് A. ഇതാണ് 3 സ്ട്രക്ചറൽ ജീൻ. ഈ 3 ജീനുകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ജീനുകൾ അതിൻ്റെ തൊട്ടിപ്പുറത്തിരിപ്പുണ്ട്, അല്ലേ? അപ്പോൾ ഈ കൺട്രോൾ ചെയ്യുന്ന ഈ ജീനുകൾ, ഈ സ്ട്രക്ചറൽ ജീനുകളെയാണ് നിയന്ത്രിക്കുന്നത്. ഈ സ്ട്രക്ചറൽ ജീൻ എപ്പോഴും എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ എപ്പോൾ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന കൺട്രോളിങ് യൂണിറ്റാണ് ഇത്. ആ കൺട്രോളിങ് യൂണിറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 3 തരം യൂണിറ്റ്സ് ഉണ്ട്. ഒന്ന് റെഗുലേറ്ററി ജീനുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്ന ജീനുകൾ. പ്രൊമോട്ടർ ജീനുണ്ട്, ഓപ്പറേറ്റർ ജീൻ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീനിനെ റെഗുലേറ്റ് ചെയ്യാൻ ദർ ആർ സം കൺട്രോൾ ജീൻസ് ഓൾസോ. ഇതിനെ മൊത്തത്തിൽ ഒരു മെറ്റബോളിസത്തിൽ, ഇപ്പോൾ ലാക്ടോസ് മെറ്റബോളിസത്തിൽ ഉൾപ്പെട്ട ഈ സ്ട്രക്ചറൽ ജീനും കൺട്രോൾ ജീൻസും ടുഗദർ കോൾഡ് ആസ്
ലാക്ക് ഓപ്രോൺ. അപ്പോൾ ലാക്ക് ഓപ്രോൺ എന്നുള്ള പേര് കിട്ടാൻ കാരണം ലാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലാക്ക് ഓപ്രോൺ. ഇതുപോലെ അനേകം ഓപ്രോൺസ് നമുക്ക് പഠിക്കാനുണ്ട്, പലതരം ഓപ്രോണുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിളായിട്ട് മാത്രമാണ് ലാക്ക് ഓപ്രോൺ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ജീൻസ് ഹൂസ് ഫങ്ഷൻ ഈസ് റെഗുലേറ്റഡ് ബൈ അതർ സെറ്റ് ഓഫ് ജീൻസ്. അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ജീനിനെ ആര് കൺട്രോൾ ചെയ്യുന്നു? മറ്റൊരു സെറ്റ് ഓഫ് ജീനുകൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ജീനുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിയന്ത്രിക്കുന്ന കൺട്രോളിങ് യൂണിറ്റിനെയാണ് ഈ റെഗുലേറ്റർ ജീൻ, പ്രൊമോട്ടർ ജീൻ ആൻഡ് ഓപ്പറേറ്റർ ജീൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. എന്താണ് ഓപ്രോൺ എന്ന് പറഞ്ഞത്? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരു മെറ്റബോളിക് റിയാക്ഷൻ, എ മെറ്റബോളിക് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ സെറ്റ് ഓഫ് ജീൻ ഈസ് റെഫേർഡ് ടു ആസ് ഓപ്രോൺ. അപ്പം എന്താണ് ഓപ്രോൺ? ഒരു കൂട്ടം ജീനുകളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഒരു മെറ്റബോളിക് റിയാക്ഷനിൽ ഒരു കൂട്ടം ജീനുകൾ കൺട്രോൾ ചെയ്യുന്നു. മറ്റൊരു മെറ്റബോളിക് റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ജീനുകളെ ഒരു കൂട്ടം ജീനുകൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്രോൺ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാക്ക് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ലാക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യുന്ന ഓപ്രോൺ. അതുപോലെ അനേകം ഓപ്രോണുകളുണ്ട്. TRP ഓപ്രോൺസ്, ARA ഓപ്രോണ്, ഹിസ് ഓപ്രോൺ, വാൽ ഓപ്രോൺ എന്നൊക്കെ പറയുന്ന പലതരം ഓപ്രോണുകളുണ്ട്. ഇതെല്ലാം ഓരോ തരം അമിനോ ആസിഡുകളുടെ ഉണ്ട്. ട്രിപ്റ്റോഫാൻ എന്ന് പറയാം, അരക്നോയിഡ് ഓപ്രോൺസ്, ഹിസ്റ്റോൺ ഓപ്രോൺസ്, പ്രോട്ടീൻസ്, വാലീൻ എന്നുള്ളതായിരിക്കാം, വാൽ ഓപ്രോൺ, അങ്ങനെ ഓരോ പേരുകളുണ്ട്. ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ലാക്ക് ഓപ്രോൺ ആണ്. പക്ഷേ നമ്മൾ ഈ 2-3 പേരുകളിൽ ഏതെങ്കിലും ഒന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് തോന്നുന്ന ഹിസ്, വാൽ ഓപ്രോൺസ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഇതിലെ 2 ഓപ്രോൺസിൻ്റെ പേരും കൂടി ഓർത്തുക. ഗിവ് ടു വാട്ട് ഈസ് ഓപ്രോൺ ആൻഡ് ഗിവ് 2 എക്സാമ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പേരുകളൊക്കെ എഴുതാം. ലാക്ക് ഓപ്രോൺ എഴുതാം, ഹിസ് ഓപ്രോൺ, വാൽ ഓപ്രോൺ എന്നൊക്കെ ഉള്ള പേരുകൾ ഉദാഹരണമായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ഓപ്രോൺ? അപ്പോൾ മെറ്റബോളിക് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ സെറ്റ് ഓഫ് ജീൻസ്, അതിനെയാണ് ഓപ്രോൺ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഓപ്രോൺ പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ലാക്ടോസ് ഇസ് എ സബ്സ്ട്രേറ്റ് ഫോർ ദ എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ് ആൻഡ് ഇറ്റ് റെഗുലേറ്റ് ദ സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ് ദ ഓപ്രോൺ. അപ്പോൾ ഒരു ബാക്ടീരിയയിൽ ലാക്ടോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകുകയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഈ ബാക്ടീരിയ ജീവിക്കുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യും, ലാക്ടോസ് ഇല്ലെങ്കിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ലാക്ടോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഈ എൻസൈം ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലാക്ടോസിനെ എന്തെന്ന് വിളിക്കാം? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഇൻഡ്യൂസസ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. എന്തിന് പ്രേരിപ്പിക്കുക? അപ്പോൾ ലാക്ടോസ് മീഡിയത്തിലുണ്ടെങ്കിൽ ആ ലാക്ടോസ് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയെ കൊണ്ട് ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ അവിടെ ലാക്ടോസ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇറ്റ്സ് ആൻ ഇൻഡ്യൂസർ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓപ്രോൺ അല്ലെങ്കിൽ ജീനുകളുടെ എക്സ്പ്രഷനിൽ പുറത്തു നിന്നുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അതിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? പുറത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും ആ ജീവി പ്രവർത്തിക്കുന്നത്, ആ ജീവിയിൽ ഏത് തരം എൻസൈം ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ വളർന്നു വരുന്ന ഇത് നമുക്കറിയാം. ഒരു എംബ്രിയോ വളർന്ന് ഒരു കുഞ്ഞായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ധാരാളം കെമിക്കൽ റിയാക്ഷനുകളും മെറ്റബോളിക് റിയാക്ഷനുകളും നടക്കുന്നുണ്ട്. പലതരം എൻസൈംസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പലതരം ജീനുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ ജീൻ പ്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ ജീൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള തരത്തിലുള്ള ജീനുകളുടെ റെഗുലേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കും. അതപ്പോൾ കുറേയും കൂടെ ഒത്തിരി പഠിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പഠിക്കുന്നത്, ബാക്ടീരിയൽ സെല്ലിൻ്റെ മാത്രമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അത് ബാക്ടീരിയയിൽ എന്താണ് ഈ ലാക്ടോസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്ടീരിയ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ആ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്ലൂക്കോസ്, സാധാരണ നമുക്കറിയാം എല്ലാ ജീവികളുടെയും എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് ബാക്ടീരിയകൾ ലാക്ടോസ് ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നത്.
അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇഫ് ലാക്ടോസ് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ ഗ്രോത്ത് മീഡിയം ഓഫ് ദ ബാക്ടീരിയ, ഗ്ലൂക്കോസ് ഇല്ലാതെ ലാക്ടോസ് നമ്മൾ അവരുടെ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ ദ ലാക്ടോസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ സെൽ ത്രൂ ദ ആക്ഷൻ ഓഫ് പെർമിയേസ്. അപ്പോൾ ഇതിനുള്ളിൽ കയറണം എന്നുണ്ടെങ്കിലും അവിടെ ഇറ്റ് നീഡ് ആൻ എൻസൈം, ഇറ്റ് ഈസ് കോൾഡ് എസ് പെർമിയേസ്. അത് നമുക്ക് പറയാം. പെർമിയേസ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ അലൗസ് ദ പെർമിബിലിറ്റി. അതായത് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം ഈ ലാക്ടോസ് ബാക്ടീരിയൽ സെല്ലിൻ്റെ അകത്ത് കയറാൻ സഹായിക്കുന്ന എൻസൈമാണ്. ദ ലാക്ടോസ് ദെൻ ഇൻഡ്യൂസസ് ദ ഓപ്രോൺ. അപ്പോൾ ഇത് പെർമിയസിൻ്റെ സഹായത്താൽ ലാക്ടോസ് സെല്ലിനുള്ളിൽ കയറുകയും അങ്ങനെ ഓപ്രോൺ സിസ്റ്റത്തിനെ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും, പ്രേരിപ്പിക്കുകയും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ? ഓപ്രോൺ സിസ്റ്റം പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും. സോ ലാക്ടോസ് ഈസ് ആൻ ഇൻഡ്യൂസർ എന്ന് നമ്മൾ ഇവിടെ പറയുന്നു. ഇനി എന്താണ് ഈ ലാക് ഓപ്രോണിൻ്റെ കമ്പോണൻസ്, എന്തൊക്കെ ചേർന്നതാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞ ലാക് ഓപ്രോണിൻ്റെ കാര്യമാണ്. അപ്പോൾ ലാക് ഓപ്രോണിൽ ആരൊക്കെയാണ് ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമുകളുടെ ഉൽപ്പാദനത്തിനെ നിയന്ത്രിക്കുന്നതെന്നാണ് ഈ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് mRNA സീക്വൻസുകളാണ്. ഈ mRNAയിൽ നിന്നാണ് നമ്മൾ DNA സീക്വൻസുകളാണ്. DNA ആണ്. DNAയിൽ നിന്നാണ് നമ്മൾ mRNA ഉണ്ടാകുകയും ആ mRNAയിൽ നിന്നാണ് എൻസൈംസ് ട്രാൻസ്ലേഷൻ നടക്കണ്ടേ, അല്ലെങ്കിൽ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണ്ടേ. അപ്പോൾ ഇതൊരു DNA സെഗ്മെൻ്റാണ്. ആ DNA സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് ജീനുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സ്ട്രക്ചറൽ ജീനുകൾ Z, Y ആൻഡ് A. ഈ സ്ട്രക്ചറൽ ജീനുകളിൽ നിന്നാണ് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാകുകയും ആ പ്രോട്ടീൻ എൻസൈമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ എൻസൈമുകളുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റുകളാണ് ഇവർ, കൺട്രോൾ ജീൻസ് എന്ന് പറയുന്നത് 3 പേര്. അവരാരൊക്കെയാണെന്നും അവരുടെ ഫങ്ഷൻ എന്താണെന്നുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓർത്തിരിക്കുക. ഒന്ന് റെഗുലേറ്ററി ജീൻ, ഇതിനെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഐ ജീൻ എന്നാണ്. ഐ ജീൻ എന്ന് പറയുന്നത്. ഈ ഐ ജീൻ എന്ന് ഇതിനെ വിളിക്കാൻ കാരണം ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ജീനാണ്. ഇൻഹിബിറ്റർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഇൻഹിബിറ്റ് അല്ലെ തടയുന്നു എന്നുള്ളതിൻ്റെ മീനിങ്ങിലാണ് ഈ ഐ എന്നുള്ള ജീനിന് ഇതിനെ അറിയപ്പെടുന്നത്. ഈ റെഗുലേറ്റർ ജീൻ പ്രൊഡ്യൂസസ് ദ റിപ്രസർ പ്രോട്ടീൻ. ഇതൊരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ജീന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ കോൾഡ് റിപ്രസർ പ്രോട്ടീൻ. അതാണ് റെഗുലേറ്റർ ജീനിൻ്റെ ജോലി. ഇനി പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് വൺ ആണ്. പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റീജിയൻ ഇൻ വിച്ച് ദ RNA പോളിമറൈസ് ബൈൻഡ്. RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ് പ്രൊമോട്ടർ. അല്ലേ, നമ്മൾ പ്രൊമോട്ടറിനെ കുറിച്ച് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. അതായത് സ്ട്രക്ചറൽ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? RNA പോളിമറൈസ് അല്ലേ, mRNA സിന്തസിസിന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണോ, ഇറ്റ് നീഡ് ആൻ എൻസൈം കോൾഡ് RNA പോളിമറൈസ്. അപ്പോൾ RNA പോളിമറൈസ് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ RNA പോളിമറൈസ് അറ്റാച്ച് ചെയ്യണം, ഈ പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്താലേ സ്ട്രക്ചറൽ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള റീജിയനാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോട്ടർ ഇസ് ദ റീജിയൻ ഇൻ വിച്ച് RNA പോളിമറൈസ് ബൈൻഡ്. അടുത്ത ആളാണ് ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ ജീൻ അല്ലെങ്കിൽ O ജീൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ റീജിയൻ ഇൻ വിച്ച് ദ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്. ഈ റിപ്രസർ പ്രോട്ടീൻ ഏതായിരുന്നു നമ്മൾ പറഞ്ഞേ? ഇത് റെഗുലേറ്റർ ജീനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റിപ്രസർ പ്രോട്ടീനിന് ഇവിടുന്ന് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രോട്ടീൻ വന്ന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ സ്ട്രക്ചറൽ ജീനുകളെ നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഡയഗ്രാമിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീനിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ട്രാൻസ്ക്രിപ്ഷൻ വഴി പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയും ആ പ്രോട്ടീൻ എൻസൈംസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ പ്രോട്ടീൻ എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ഈ 3 പേര്. അവർ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. റെഗുലേറ്റർ ജീൻ എന്നോ അല്ലെ ഐ ജീൻ എന്ന് പറയുന്നു. അടുത്ത ആൾ പ്രൊമോട്ടർ ജീൻ അല്ലെങ്കിൽ P ജീൻ എന്ന് പറയുന്നു. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് O ജീൻ എന്ന് പറയും. ഇനി ഇവരുടെ 3ന്റെ ഫംഗ്ഷൻ കൂടി ഓർത്തിരിക്കുക. റെഗുലേറ്റർ ജീൻ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീൻ്റെ പേരാണ് റിപ്രസർ പ്രോട്ടീൻ. ആ റിപ്രസർ പ്രോട്ടീൻ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്താൽ അത് വന്ന് ആരെ ബൈൻഡ് ചെയ്യും? ഓപ്പറേറ്റർ ജീനിൽ ബൈൻഡ് ചെയ്യും. പിന്നെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറൽ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ RNA പോളിമറൈസ് ഉണ്ടാകുകയും ആ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ് പ്രൊമോട്ടർ. ആൻഡ് ഓപ്പറേറ്റർ എന്നുള്ള റീജിയനിലാണ്
ആര് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ? റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്ന റീജിയൻ. ഇനി സ്ട്രക്ചറൽ ജീൻസിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞേക്കാണ്. സ്ട്രക്ചറൽ ജീൻ ട്രാൻസ്ക്രൈബ് ഇൻറ്റു ലാക് mRNA ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു ലാക് പ്രോട്ടീൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു ZYA എന്ന് പറയുന്ന 3 സ്ട്രക്ചറൽ ജീനുകളുണ്ട്. പോളിസിസ്ട്രോണിക് ആണ്. ഇതിൽ നിന്ന് പല എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? ബീറ്റ ഗാലക്ടോസിഡേസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബീറ്റ ഗാലക്ടോസിഡേസ് ആണ് ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്നത്. പിന്നെ പെർമിയേസ് വിച്ച് അത് പെർമിബിലിറ്റി അനുവദിക്കുന്നു. പിന്നൊരു ഇതാണ് ഒരു എൻസൈമാണ് ട്രാൻസ് അസറ്റലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എൻസൈമുകളുടെ റോള് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്ട്രക്ചറൽ ജീൻസ്, ഇതാണ് സ്ട്രക്ചറൽ ജീൻസ് ZYA. സ്ട്രക്ചറൽ ജീൻ ട്രാൻസ്ക്രൈബ് ഇൻറ്റു mRNA ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു പ്രോട്ടീൻ. ഇവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ട്രാൻസ്ലേഷൻ നടന്നിട്ട് ലാക് പ്രോട്ടീൻസ് ഉണ്ടാകുകയും ചെയ്യും. ലാക് പ്രോട്ടീൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ എൻസൈമുകളെയാണ്. ഒന്ന് ഇസഡ് ജീൻ കോഡ്സ് ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ്. ബീറ്റ ഗാലക്ടോസിഡേസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺവേർട്ട് ദ ഡൈസൈക്രൈഡ് ലാക്ടോസ് ഇൻറ്റു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കാൻ സഹായിക്കുന്ന ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജീനാണ് ഇസഡ് ജീൻ എന്ന് പറയുന്ന ഫസ്റ്റ് ജീൻ. ആൻഡ് ദ സെക്കൻഡ് ജീൻ ദ Y ജീൻ കോഡ്സ് ഫോർ പെർമിയേസ്. ഇനി പെർമിയേസിൻ്റെ ഫംഗ്ഷൻ എന്താ? പെർമിയേസ് ഇൻക്രീസസ് പെർമിബിലിറ്റി ഓഫ് ദ സെൽ ടു ബീറ്റ ഗാലക്ടോസിഡേസ്. അപ്പം ബാക്ടീരിയൽ സെല്ലിൻ്റെ അകത്ത് എന്ത് കയറണം? ലാക്ടോസ് എൻ്റർ ചെയ്താലല്ലേ ഇത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കാം. അപ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് പെർമിയേസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ആളാണ് ദ A ജീൻ. ദ ലാസ്റ്റ് വൺ A ജീൻ എൻകോഡ്സ് എ ട്രാൻസ് അസറ്റലേസ്. അതായത് ഈ ലാക്ടോസിനെ ട്രാൻസ് അസൈലേഷൻ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ് അസറ്റലേസിൻ്റെ ജോലി. അപ്പം 3 തരം ജീനുകളുണ്ട്, Z, Y ആൻഡ് A. അതിൽ Z ആണ് ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. Y ജീൻ പ്രൊഡ്യൂസസ് പെർമിയേസ് ആൻഡ് A ജീൻ പ്രൊഡ്യൂസസ് ട്രാൻസ് അസറ്റലേസ്. അങ്ങനെ 3 പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളുടെ പേര് വ്യക്തമായിട്ട് ഓർത്തിരുന്നതാണ് സ്ട്രക്ചറൽ ജീൻസിൻ്റെ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാക് ഓപ്രോൺ എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. എപ്പോഴാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നതും എപ്പോഴാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റിലേ ഞാൻ പറഞ്ഞു ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, അല്ലേ? ലാക്ടോസ് ഇല്ലെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ടാകത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ലാക് ഓപ്രോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാക്ടോസ് ആണ്. ലാക്ടോസ് ആണല്ലോ ഇത് പ്രേരിപ്പിക്കുന്നത്. അപ്പം ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ, അതായത് ലാക്ടോസ് ഇല്ലെങ്കിൽ ആ മീഡിയത്തിൽ ഇല്ലെങ്കിൽ ബാക്ടീരിയയിൽ ലാക് ഓപ്രോൺ എങ്ങനെയാണ് നിയന്ത്രിച്ചു വെക്കുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് അല്ലെങ്കിൽ ഇൻഡ്യൂസർ ഇല്ലാത്തപ്പോൾ ദിസ് റെഗുലേറ്ററി ജീൻ, അല്ലേ, റെഗുലേറ്ററി ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് റിപ്രസർ mRNA ഉണ്ടാകും. ഈ റിപ്രസർ mRNA ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ് ഇൻറ്റു റിപ്രസർ mRNA ഉണ്ടാകും. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് DNA ആണ്. മേളിൽ ഇത് DNA ആണ്. DNA നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് അതിൽ നിന്നാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? റെഗുലേറ്ററി ജീന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ റിപ്രസർ mRNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്നിട്ട് ഇറ്റ് പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ. മനസ്സിലായോ? ട്രാൻസ്ക്രിപ്ഷൻ എവിടെ നടക്കുന്നു? ഇത് DNA ആണ്. DNAയിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് RNA ഉണ്ടാകുന്നു. RNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്നിട്ട് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവുന്നു, അല്ലേ? ഇനി റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ദിസ് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ദ ഓപ്പറേറ്റർ. ദ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ. റിപ്രസർ പ്രോട്ടീൻ പോയി ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു റീജിയനാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടറിൻ്റെ ജോലി എന്തായിരുന്നു? RNA പോളിമറേസിനെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ സ്ട്രക്ചറൽ ജീനിനെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പം
ഈ പ്രൊമോട്ടറിൽ RNA പോളിമറേസ് വന്നാൽ അതിനിതിൽ ബൈൻഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. കാരണം ഈ ഓപ്പറേറ്ററിൽ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്തേക്കുന്നത് കൊണ്ട് പ്രൊമോട്ടറിൻ്റെ റീജിയനിൽ RNA പോളിമറേസ്, ദിസ് ഇസ് RNA പോളിമറേസ്, അത് ഇങ്ങനെ സ്ട്രക്ചർ കാണിച്ചേക്കാണ്. RNA പോളിമറേസിന് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ നോക്കിയേ, ദിസ് ബൈൻഡിങ്, അതായത് ഓപ്പറേറ്റർ ഇതേ വന്ന് ബൈൻഡ് ചെയ്യുന്നത് prevent the mRNA polymerase binding to the promoter region. RNA polymerase ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. Thus the transcription of structural gene is prevented. അപ്പോൾ ഈ RNA polymerase ഇതിൽ ബൈൻഡ് ചെയ്താലേ സ്ട്രക്ചറൽ ജീനുകൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ RNA polymerase ബൈൻഡ് ചെയ്യാത്തിടത്തോളം എന്ത് പ്രിവെൻറ്റ് ചെയ്യും? ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രക്ചറൽ ജീൻ ഈസ് പ്രിവെൻറ്റഡ്. അതാണ് എന്താണ് ലാക്ടോസ് മീഡിയത്തിൽ ഇല്ലാത്തപ്പോൾ നടന്ന സംഭവമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇവിടെ നമ്മൾ ആ സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, അതായത് ലാക്ടോസ് ഇല്ലാത്തപ്പോൾ എന്തൊക്കെ നടക്കുന്നു? റെഗുലേറ്റർ ജീന് ട്രാൻസ്ക്രൈബ് ഇൻറ്റു റിപ്രസർ പ്രോട്ടീൻ, അല്ലേ, റിപ്രസർ mRNA, ദ റിപ്രസർ mRNA ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു റിപ്രസർ പ്രോട്ടീൻ, പിന്നെ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ. ദിസ് ബൈൻഡിങ്, അതായത് ഓപ്പറേറ്ററിൽ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്താൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ RNA പോളിമറേസ് ബൈൻഡിങ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. RNA പോളിമറേസിന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ദസ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ ഈസ് പ്രിവെൻറ്റഡ്. സ്ട്രക്ചറൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ അതുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം നമ്മൾ പടം വരച്ച് ഈ സ്റ്റെപ്പുകളെല്ലാം എഴുതി വെച്ചിരിക്കണം. എന്താണ് ലാക്ടോസ് മീഡിയത്തിൽ ഇല്ലാത്തപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. അപ്പം എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്തത്? ഓപ്പറേറ്ററിൽ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്യുന്നത് കാരണം RNA പോളിമറേസിൽ പ്രൊമോട്ടറിൽ വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. RNA പോളിമറേസിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്ട്രക്ചറൽ പ്രോട്ടീനുകൾക്ക് ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയും ലാക്ടോസ് ഇല്ലാത്തത് കൊണ്ട് ബീറ്റാ ഗാലക്ടോസിഡേസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഫസ്റ്റ്. അത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന അവസ്ഥ. അത് നമ്മൾ ഈ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ എന്നുള്ളത് ഡയഗ്രാമാറ്റിക് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പടമാണ് ഇത്. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. റിപ്രസർ റെഗുലേറ്റർ ജീൻ ജീൻ, റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിപ്രസർ പ്രോട്ടീൻ പോയി ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടറിന് ട്രാൻസ്ക്രിപ്ഷന് പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നു. ഈ ഡയഗ്രാമാണ് വരച്ച് പഠിക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ഈ ഡയഗ്രാം വരച്ചിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം എഴുതി പഠിച്ചിരിക്കണം. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. നേരത്തെ നമ്മൾ പറഞ്ഞ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇനി ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ, മീഡിയത്തിൽ ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ, ഇൻഡ്യൂസർ ഈസ് ദ ലാക്ടോസ്. ലാക്ടോസ് മീഡിയത്തിൽ വരുമ്പോൾ എന്താണ് നടക്കുന്നത് നോക്കി എന്തൊക്കെയാണ്? ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇൻഡ്യൂസർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ലാക്ടോസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം റെഗുലേറ്റർ ജീന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടത്തുന്നു. അതിൽ നിന്ന് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി കഴിയുമ്പോൾ ലാക്ടോസ് മീഡിയത്തിൽ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ഈ റിപ്രസർ പ്രോട്ടീനെ ആര് വന്ന് ബൈൻഡ് ചെയ്യും? ഈ ലാക്ടോസ് മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്യും. അതാണ് ഈ കാണിച്ചത്. ഇത് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീനിനെ ഈ ലാക്ടോസ് മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ലാക്ടോസ് മോളിക്യൂൾ വന്ന് ഇതിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റിപ്രസർ പ്രോട്ടീനിനെ ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യും. ഈ ലാക്ടോസ് ഇതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറായി മാറുകയും അതിനിവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്യും. ഇൻഡ്യൂസേഴ്സ് സച്ച് എസ് ലാക്ടോസ് ഓർ allolactose bind with the repressor protein and it becomes inactive. ഇത് ഇനാക്റ്റീവായിട്ട് പോകുന്നു. അപ്പോൾ ഇനാക്റ്റീവായിട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ നടക്കുന്നത്? അതായത് റിപ്രസർ പ്രോട്ടീൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആര് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ RNA പോളിമറേസ് ഇവിടെ വന്ന് പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്യും. അങ്ങനെ പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടറിലുള്ള RNA പോളിമറേസിന്
ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? സ്ട്രക്ചറൽ ജീനുകളെ കൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ കഴിയും. അതായത് RNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ആണല്ലോ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ ZYAയുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ RNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് കാരണം ZYA എന്ന് പറയുന്ന ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും mRNA ഉണ്ടാകുന്നു, ലാക്ക് mRNA ഉണ്ടാകുന്നു. ലാക്ക് mRNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടക്കുന്നു. ട്രാൻസ്ലേഷൻ നടന്നിട്ട് 3 ടൈപ്പിൽ എൻസൈമുകൾ അവിടെ പ്രൊഡ്യൂസ്, ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ്അസറ്റൈലേസ് എന്ന് പറയുന്ന 3 എൻസൈംസും ഈ സ്ട്രക്ചറൽ ജീനുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയാം. അതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റിലെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പടം നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇനി ലാക്ടോസ് ഉള്ളപ്പോൾ റിപ്രസർ mRNA റെഗുലേറ്റർ ജീനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിപ്രസർ പ്രോട്ടീൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? ലാക്ടോസ് അല്ലെങ്കിൽ ഇൻഡ്യൂസറുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ആര് ഫ്രീ ആയി? ഓപ്പറേറ്ററിൻ്റെ അടുക്ക വരത്തില്ല അല്ലേ? റിപ്രസർ പ്രോട്ടീൻ ഇങ്ങോട്ട് വരാതാവും. അങ്ങനെ വരുമ്പോൾ ഓപ്പറേറ്റർ ഫ്രീ ആകുന്നു. ഓപ്പറേറ്റർ ഫ്രീ ആകുമ്പോൾ പ്രൊമോട്ടറിൽ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. RNA പോളിമറൈസ് ഇവിടെ ബൈൻഡ് ചെയ്താൽ ഇറ്റ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ZYA. അങ്ങനെ ZYA ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. ZYAയിൽ നിന്ന് എന്തുണ്ടാകുന്നു? ട്രാൻസ്ലേഷൻ നടക്കുന്നു. ട്രാൻസ്ലേഷൻ നടന്നിട്ട് 3 എൻസൈംസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. RNA പോളിമറൈസ് ബൈൻഡ് transcribe cell lack mRNA, thus transcription of structural gene take place. ഇത് പടം വരച്ച് ഈ പോയിന്റുകൾ, അത് റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ് ഇൻറ്റു mRNA, repressor mRNA translate the protein, repressor protein, inducer such as lactose bind with the repressor protein and become inactive. ഇത് രണ്ടും കൂടെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനാക്റ്റീവ് ആയിട്ട് മാറും. Then RNA polymerase transcribe lac operon, ലാക്ക് mRNA, ഇത് ലാക്ക് mRNA ഉണ്ടാകും. അത് ട്രാൻസ്ലേഷൻ നടന്ന് സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്ന 3 തരം എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ആ ടെക്സ്റ്റിലുള്ള ഈ 2 പടങ്ങൾ, ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറും പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറും രണ്ടും വരച്ച് അതിൻ്റെ പോയിൻസും കൂടെ പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ഈ 2 പടവും കൂടി ചോദിക്കും. ഇതിൽ ഏതിലാണ് ഇൻഡ്യൂസർ ഉള്ളതും ഏതിലാണ് ഇൻഡ്യൂസർ ഇല്ലാത്തതും എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാക്ടോസ് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു ഒരു സെല്ലിൻ്റെ മെറ്റബോളിസത്തിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പഠിച്ചേക്കുന്ന ഏതാണ്? പ്രോകാരിയോട്സിലെ ഒരു ഓപ്രോൺ സിസ്റ്റമാണ് പഠിച്ചത്. അതേസമയം യൂകാരിയോട്സിൽ ഇതേപോലുള്ള ഓപ്രോൺ സിസ്റ്റംസ് ഉണ്ട്. അത് ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത് ജേക്കബ് ആൻഡ് മൊണാഡ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് പ്രൊപ്പോസ് ചെയ്തതെന്നുള്ള കാര്യവും ഈ ലാക്ക് ഓപ്രോൺ എന്താണെന്നും ആ 2 ഡയഗ്രാംസുമാണ് ഈ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്.